ഹായ് ഫ്രണ്ട്സ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചെറിയ രണ്ട് വ്യത്യസ്ത സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിച്ച് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്തു. ഇന്നും നമ്മൾ രണ്ട് വ്യത്യസ്ത സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിച്ച് പ്രാക്ടീസ് ചെയ്യാൻ പോവുകയാണ്. അതിലെ ഒന്നാമത്തെ സെൻറ്റൻസ് ആണ് എന്ത്? സിമ്പിൾ പ്രസൻറ്റ്. അടുത്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ഫോം. അപ്പോൾ നിങ്ങൾ ഈ സിമ്പിൾ പ്രസൻറ്റ് അല്ലെങ്കിൽ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഇതെല്ലാം കേട്ടിട്ട് ആകെ ടെൻഷൻ അടിക്കരുത്. നമ്മൾ ഒരു വീഡിയോ വീണ്ടും വീണ്ടും കാണുകയാണെങ്കിൽ, രണ്ടോ മൂന്നോ തവണ ചുരുങ്ങിയത് കാണുകയാണെങ്കിൽ നമ്മളുടെ ക്ലാരിറ്റി കൂടിക്കൊണ്ടേയിരിക്കും, പെർഫെക്ഷൻ വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഒരു കാര്യത്തിൽ റിപ്പീറ്റ് നടത്താൻ വേണ്ടി പറയുന്നത്. ഓക്കെ, അപ്പോൾ ചുരുങ്ങിയത് രണ്ടോ മൂന്നോ തവണയെങ്കിലും കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് പെർഫെക്ഷൻ വന്നിരിക്കും. ഓക്കെ, അപ്പോൾ അതുപോലെ കണ്ടോ, ഈ പേരുകളൊക്കെ സിമ്പിൾ പ്രസൻറ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, ഇതൊക്കെ കേൾക്കുമ്പോൾ ചിലർക്ക് വളരെ ബുദ്ധിമുട്ടായി തോന്നും, ഡിഫിക്കൽട്ടായി തോന്നും. പക്ഷെ നിങ്ങൾ നിർത്തരുത്. നെവർ എവർ ഗിവ് അപ്പ്. ഒരിക്കലും നിർത്തിപ്പോകരുത്. കാരണം നമ്മൾ സ്ട്രഗിൾ ചെയ്താലേ എന്തെങ്കിലും കിട്ടുകയുള്ളൂ, അല്ലേ? നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളായിട്ട് ഒന്നുമില്ലായ്മയിൽ നിന്നും സ്വന്തം സാമ്രാജ്യം ഉണ്ടാക്കിയ ഒരുപാട് ആളുകളുണ്ട്. അവരും ഇതുപോലെ ഒരുപാട് പ്രോബ്ലംസുകൾ ഫേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചിലർക്ക് ഇതൊക്കെ പേരുകൾ കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടായി തോന്നും. പക്ഷെ നിങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുക, വീണ്ടും വീണ്ടും കണ്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ തീർച്ചയായിട്ടും പെർഫെക്ഷൻ വരും, ഇത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തുടങ്ങാം. സിമ്പിൾ പ്രസൻറ്റ്. എന്താണ് സിമ്പിൾ പ്രസൻറ്റ്? നമ്മൾ എന്നും ചെയ്യാറുള്ള കാര്യങ്ങൾ, അല്ലേ? റിപ്പീറ്റ് ആയിട്ട് ചെയ്യാറുള്ള കാര്യങ്ങളാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയാം. അടുത്താണ് പ്രസൻറ്റ് കണ്ടിന്യൂസ്. എന്താണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയാനാണ് നമ്മൾ സാധാരണ പ്രസൻറ്റ് കണ്ടിന്യൂസ് ഉപയോഗിക്കുന്നത്. ഈസ്, ആം, ആറിന് കൂടെ ING ഫോം. ഓർമ്മയില്ലേ? തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്ന് ഒരു ക്രോസ് സിമ്പിൾ, അല്ലേ? എന്താണ് ഇത് പറയുന്നത്? നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം സിമ്പിൾ പ്രസൻറ്റ് പറയാം, എന്നിട്ട് പ്രസൻറ്റ് കണ്ടിന്യൂസ് പറയാം. അല്ലാന്നുണ്ടെങ്കിലോ നിങ്ങൾക്ക് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആദ്യം പറയാം, അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് ചെയ്യുക? സിമ്പിൾ. എങ്ങനെ പറയാവുന്നതാണ്. സംസാരത്തിൽ എന്ത് പറയണം, എങ്ങനെ പറയണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ ഞാൻ പറയാണ് ആദ്യം. അതിന് മുന്നേ ഇവിടെ കണ്ടോ, അതുകൊണ്ട്. നമ്മൾ പറയാണ് അതുകൊണ്ട്. മലയാളത്തിൽ അതുകൊണ്ട് എന്ന് പറയും, അല്ലേ? പക്ഷേ അതുകൊണ്ടാണെന്ന് പറയില്ല, അതുകൊണ്ടാണ്, അതുകൊണ്ട്, അതുകൊണ്ട് തന്നെ ഒക്കെ സെയിമാണ്. ഞാൻ പറയാണ് ദാറ്റ്സ് വൈ. ദാറ്റ്സ് വൈ എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട്, അല്ലെങ്കിൽ അതുകൊണ്ടാണ്, അതുകൊണ്ടാണ് അവനോട് വന്നത്, അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അതുകൊണ്ട്, അതുകൊണ്ട് തന്നെയാണ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇതിന് രണ്ട് വേർഡ്സ് ഉപയോഗിക്കാറുണ്ട് നമ്മൾ സാധാരണയായിട്ട് ഏറ്റവും കൂടുതൽ. അതാണ് ഒന്നാമതാണ് ദാറ്റ്സ് വൈ, തീർച്ചയായിട്ടും അറിയാവുന്നതാണ്, സ്പോക്കൺ ഇംഗ്ലീഷിൽ വളരെ കോമൺ ആണ്. രണ്ടാമതാണ് സോ. ഇതും സെയിം മീനിങ് ആണ്, അതുകൊണ്ട് എന്നർത്ഥം. സോ റൈറ്റിങ്ങിലാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുക. റൈറ്റിങ്ങിൽ ഫോർമൽ ഇംഗ്ലീഷിൽ പറയും, ഫോർമൽ. ഇതാണ് നമ്മുടെ ദാറ്റ്സ് വൈ സ്പോക്കൺ ഇംഗ്ലീഷ്, ഇൻഫോർമൽ. ഓക്കെ, അടുത്തുണ്ടോ ബിക്കോസ്. ബിക്കോസ് പറഞ്ഞാൽ കാരണം. അതുപോലെ ആസ് എന്ന് പറയുന്ന വേർഡും കാരണത്തെ കാണിക്കാൻ വേണ്ടി, കാരണം എന്ന് പറയാൻ വേണ്ടി യൂസ് ചെയ്യാറുണ്ട്. ബിക്കോസ് ആണ് നമ്മൾ സാധാരണ സ്പോക്കൺ ഇംഗ്ലീഷ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുക. ആസ് നമ്മൾ റൈറ്റിങ്ങിൽ കൂടുതൽ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അതുപോലെ അപ്പോൾ നമുക്ക് ആസും സോ ഒക്കെ സംസാരത്തിലും ഉപയോഗിക്കാം കേട്ടോ. ഉപയോഗിക്കാം, തീർച്ചയായിട്ടും ഉപയോഗിക്കും, കുഴപ്പമില്ല. ബട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ. അതുപോലെ യെറ്റ് ആൻഡ് സ്റ്റിൽ, രണ്ടിൻ്റെയും അർത്ഥം എന്താണ്? എന്നിട്ടും അല്ലെങ്കിൽ എന്നിട്ട് പോലും എന്നാണ്. ഓക്കെ, നമുക്കറിയാം യെറ്റ് എന്ന് പറഞ്ഞാൽ ഇതുവരെ എന്നല്ല അർത്ഥം സാറേ, ഇതുവരെ. തീർച്ചയായിട്ടും യെറ്റ് എന്ന് പറയുന്ന വേർഡിന് ഇതുവരെ എന്നാണ് മീനിങ്. പക്ഷേ യെറ്റ് എന്ന് പറയുന്ന വേർഡ് രണ്ട് സെൻറ്റൻസുകളെ കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ കൺജങ്ഷനായിട്ട്, കണക്റ്റിംഗ് വേർഡായിട്ട് യൂസ് ചെയ്യുമ്പോൾ അവിടെ യെറ്റ് എന്ന് പറയുന്ന വേർഡിൻ്റെ അർത്ഥമാണ് എന്ത് എന്നറിയോ? ഇത് എന്നിട്ടും അല്ലെങ്കിൽ എന്നിട്ട് പോലും എന്നുള്ള അർത്ഥമാണ്. ഞാൻ പറയാണ്. ഓക്കെ, ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ് യെറ്റ്. ഐ ഹാവ് നോട്ട് ഡൺ എനിത്തിങ് യെറ്റ്. ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഇവിടെ യെറ്റ് എന്ന് പറയുന്നത് ഇതുവരെ എന്നാണ്. കാരണം ഒരു സെൻറ്റൻസ് അല്ലേ, ഒരൊറ്റൊരു സെൻറ്റൻസിലേ ഉള്ളൂ. ഇവിടെ യെറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ആഡ്വർബാണ്, സമയത്തെ കാണിക്കുകയാണ്, ഇതുവരെ എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ രണ്ട് വ്യത്യസ്ത സെൻറ്റൻസുകൾ കൂട്ടി യോജിപ്പിക്കുമ്പോൾ അവിടെ യെറ്റ് എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ ഇതിനർത്ഥമാണ് എന്നിട്ടും അല്ലെങ്കിൽ എന്നിട്ട് പോലും എന്നർത്ഥം. ഓക്കെ, നമ്മൾ ഉദാഹരണം ചെയ്യുമ്പോൾ ശരിയാവും. ഓക്കെ, ഞാൻ പറയാണ്. ഒന്നാമത്, യു നെവർ ഗെറ്റ് അപ്പ് ഏർലി. നിങ്ങൾ ഒരിക്കലും നേരത്തെ എണീക്കാറില്ല. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് ഐ ആം കോളിങ് യു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരനും
ഒരു സ്ഥലം വരെ ഓക്കെ ഒരു ദൂരെയുള്ള എവിടെയെങ്കിലും പോകാൻ വേണ്ടി നിൽക്കുകയാണ്, ഒരു ഇൻ്റർവ്യൂ ഉണ്ട് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വെളുപ്പിനെ ഇവിടുന്ന് പോകണം, ഒരു 5 മണിക്ക് തന്നെ ഇവിടുന്ന് പോകണം, അപ്പോഴേ നിങ്ങൾ അവിടെ എത്തുള്ളൂ സമയത്ത്. അപ്പോൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ 5 മണിക്ക് എണീറ്റ് നിങ്ങളുടെ കൂട്ടുകാരെ വിളിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർ ഒരിക്കലും നേരത്തെ എണീക്കാറേ ഇല്ല, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ നിങ്ങൾ വിളിച്ചു പറയാണ് ഹലോ. അപ്പോൾ നിങ്ങൾ കൂട്ടുകാർ ഹലോ യു നെവർ ഗെറ്റ് അപ്പ് ഏർലി, യു നെവർ ഗെറ്റ് അപ്പ് ഏർലി. ഹലോ, നീ ഒരിക്കലും നേരത്തെ എണീക്കാറില്ല. ദാറ്റ്സ് വൈ ഐ ആം കോളിങ് യു, അതുകൊണ്ടാണ് എന്നെ വിളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നതായി. ക്ലിയർ? ഇനി ഇവിടെ ദാറ്റ്സ് വൈ എന്ന് പറഞ്ഞ വേർഡിന് പകരം സോ ഉപയോഗിക്കാം. എങ്ങനെ? യു നെവർ ഗെറ്റ് അപ്പ് ഏർലി, സോ ഐ ആം കോളിങ് യു, അതുകൊണ്ടാണ് ഞാൻ നിന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, ഇതെന്താണ് നമ്മുടെ ഈസേമാർ പ്ലസ് ING ഫോം, ഇതോ നമ്മുടെ സിമ്പിൾ പേഴ്സൺ. ക്ലിയർ? രണ്ടാമതാണ് ഷീ ഡസൻറ്റ് ഹാവ് മണി, അവൾക്ക് പണമില്ല, അവളുടെ കയ്യിൽ പണമില്ല. ദാറ്റ്സ് വൈ, അതുകൊണ്ടാണ് വി ആർ ഹെൽപ്പിംഗ് ഹെർ, അതുകൊണ്ട് ഞങ്ങൾ അവളെ സഹായിക്കുന്നു. അവളുടെ കയ്യിൽ പണമില്ല, അതുകൊണ്ട് ഞങ്ങൾ അവളെ സഹായിക്കുന്നു, അത്രേ ഉള്ളൂ. ഇനി അടുത്താണ് ഐ ആം നോട്ട് വെൽ നൗ, ഐ ആം നോട്ട് വെൽ നൗ, ഇത് സിമ്പിൾ പ്രസന്റ് ആണ്. ഐ ആം നോട്ട് വെൽ നൗ, എനിക്ക് സുഖമില്ല, എനിക്കിപ്പോൾ സുഖമില്ല. ദാറ്റ്സ് വൈ, അതുകൊണ്ട് എന്ത്, ഐ ആം നോട്ട് ഗോയിങ് ടു വർക്ക് ടുഡേ, അതുകൊണ്ട് ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല എന്നായി. അതുകൊണ്ട് ഞാൻ ഇന്ന് ജോലിക്ക് പോകുന്നില്ല. ക്ലിയർ? ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും, തീർച്ചയായിട്ടും, ഒരു സംശയം വേണ്ട. അടുത്താണ് ഐ ഡോണ്ട് ലൈക്ക് ടീ, എനിക്ക് ചായ ഇഷ്ടമില്ല. ഐ ഡോണ്ട് ലൈക്ക് ടീ, എനിക്ക് ചായ ഇഷ്ടമില്ല. ദാറ്റ്സ് വൈ ഐ ആം ഡ്രിങ്കിങ് കോഫി, ദാറ്റ്സ് വൈ ഐ ആം ഡ്രിങ്കിങ് കോഫി. എന്തായി? ഐ ഡോണ്ട് ലൈക്ക് ടീ, ദാറ്റ്സ് വൈ ഐ ആം ഡ്രിങ്കിങ് കോഫി. നിങ്ങളോട് ഒരാൾ ചോദിക്കുകയാണ്, എടാ നീ എന്താണ് കോഫി കുടിക്കുന്നത്, നീ എന്താണ് കോഫി കുടിക്കുന്നത്, ചായ കുടിച്ചൂടെ? അപ്പോൾ നിങ്ങൾ പറയാണ് ഐ ഡോണ്ട് ലൈക്ക് ടീ, ദാറ്റ്സ് വൈ ഐ ആം ഡ്രിങ്കിങ് കോഫി, ദാറ്റ്സ് വൈ ഐ ആം ഡ്രിങ്കിങ് കോഫി. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിളാണ്. ഇനി രണ്ടാമതാണ് ബിക്കോസ്. ബിക്കോസ് വെച്ച് എങ്ങനെ പറയാൻ നോക്കാം. ഓക്കെ, ഞാൻ പറയുന്നു ആദ്യം പ്രസന്റ് കണ്ടിന്യൂസ് ആദ്യം പറയാണ്. എന്ത്? ഹി ഈസ് ഗോയിങ് ടു ഹോസ്പിറ്റൽ, അവൻ ഹോസ്പിറ്റലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്ത് പറ്റി? ബിക്കോസ് ഹി ഹാസ് എ ഫീവർ, ബിക്കോസ് ഹി ഹാസ് എ ഫീവർ, അവനക്ക് പനിയാണ്, അവനക്ക് എന്താണ് പനിയാണ്. ഞാൻ പറയുന്നത് എന്ത്? ഈസ് ഗോയിങ് ടു ഹോസ്പിറ്റൽ, വൈ? ബിക്കോസ് ഹി ഹാസ് എ ഫീവർ. ഞാൻ നിങ്ങളോട് പറയുന്നു ഐ ആം ഗോയിങ് ടു ഹോസ്പിറ്റൽ നൗ, ബിക്കോസ് ഐ ആം നോട്ട് വെൽ, ബിക്കോസ് ഐ ഹാവ് എ ഫീവർ. ഉണ്ടോ? പറയൂടെ? ഇതുപോലെ പറയണം. ഇനി ഞാൻ അടുത്ത ഉദാഹരണം പറയാണ്. എന്ത്? ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ, ഞാൻ സ്കൂളിൽ പോകുന്നില്ല. ഐ ആം നോട്ട് ഗോയിങ് ടു സ്കൂൾ. എന്താ കാരണം? ബിക്കോസ് ദർ ഈസ് എ ഫങ്ഷൻ അറ്റ് മൈ ഹോം, ബിക്കോസ് എൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ട്, എൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ട്. നമ്മുടെ അതെന്താണ്? ഇതാണ് നമ്മുടെ സിമ്പിൾ പേഴ്സൺ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ് ആദ്യം ഏത് പറയണമെന്ന് നമ്മളാണ് തീരുമാനിക്കുക. ഓക്കെ, നിങ്ങൾ എന്നെ ഫോൺ വിളിക്കുന്നു, എന്നിട്ട് നിങ്ങൾ ചോദിക്കുന്നു അല്ല നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ, വരുന്നില്ലേ? അപ്പം ഞാൻ പറയണത് ഞാനിന്ന് സ്കൂളിൽ വരുന്നില്ല. ഐ എം നോട്ട് കമ്മിങ് ടു സ്കൂൾ ടുഡേ, ഐ എം നോട്ട് കമ്മിങ് ടു സ്കൂൾ ടുഡേ ബിക്കോസ് ദർ ഈസ് എ ഫങ്ഷൻ അറ്റ് മൈ ഹോം. എൻ്റെ വീട്ടിലൊരു ഫങ്ഷൻ ഉണ്ട് എന്നായി, എൻ്റെ വീട്ടിൽ ഒരു ഫങ്ഷൻ ഉണ്ട്. ക്ലിയർ? വളരെ സിമ്പിളാണ്. അടുത്താണ് ഇവിടെ നമുക്ക് തീർച്ചയായിട്ടും ബിക്കോസ് എന്ന് പറയുന്ന വീടിന് പകരം ആസ് ഉപയോഗിക്കുന്ന കേട്ടോ, ഒരു സംശയം വേണ്ട, ഉപയോഗിക്കാം തീർച്ചയായിട്ടും. അടുത്താണ് ഷീ ഈസ് നോട്ട് കമ്മിങ് ടുഡേ, അവൾ ഇന്ന് വരുന്നില്ല, അവൾ ഇന്ന് വരുന്നില്ല. നിങ്ങൾ എല്ലാവരും എവിടേക്കെങ്കിലും പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്, അതുപോലെ നിങ്ങൾ അവളെ കാത്തിരിക്കുകയാണ്, നിങ്ങളുടെ കൂട്ടുകാരിയെ കാത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഇൻഫർമേഷൻ വരുന്നത്. എന്ത്? ഷീ ഈസ് നോട്ട് കമ്മിങ് ടുഡേ, അവൾ ഇന്ന് വരുന്നില്ല. അവൾ ഇന്ന് വരുന്നില്ലേ? എന്ത് പറ്റി? എന്താ കാരണം? ബിക്കോസ് ഷീ ഈസ് നോട്ട് കമ്മിങ് ടുഡേ ബിക്കോസ് ഷീ ഈസ് വെരി ബിസി. ഷീ ഈസ് വെരി ബിസി, അവൾ വളരെ ബിസിയാണ്. അപ്പോൾ എന്തായി? ഷീ ഈസ് നോട്ട് കമ്മിങ് ടുഡേ ബിക്കോസ് ഷീ ഈസ് വെരി ബിസി. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മനഃപൂർവ്വം നിർത്താതെ സ്റ്റെക്കില്ലാതെ പറയാൻ വേണ്ടി ശ്രമിച്ചു നോക്കൂ, കഴിയും, സെൻറ്റൻസ് വരും, ഉറപ്പാണ്, പക്ഷേ ശ്രമിക്കണം. അടുത്താണ് ഷീ ഈസ് സ്റ്റഡിങ് നൗ, അവൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ഈസ് സ്റ്റഡിങ് നൗ, അവൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മകനെ കാണാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പിന്നെ ബ്രദർ ഒക്കെ സഹോദരനെ കാണാൻ വന്നു, അപ്പം ഞാൻ ചോദിക്കുകയാണ് എവിടെ, അവരെവിടെ, അല്ലെങ്കിൽ അവളെവിടെ? അപ്പം നിങ്ങൾ പറയാണ് ഷീ ഈസ് സ്റ്റഡിങ് നൗ, അവൾ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ സ്റ്റഡിങ് നൗ ബിക്കോസ് ഷീ യൂഷ്വലി സ്റ്റഡീസ് ദിസ് ടൈം എവറി ഡേ, കാരണം അവൾ സാധാരണ എന്നും ഈ സമയത്ത് പഠിക്കാറുണ്ട് എന്നായി.
അല്ലേ? ഷീ യൂഷ്വലി സ്റ്റഡീസ് ദിസ് ടൈം എവറി ഡേ. ഷീ സ്റ്റഡി നൗ ബിക്കോസ് ഷീ യൂഷ്വലി സ്റ്റഡീസ് ദിസ് ടൈം എവറി ഡേ. സിമ്പിൾ. ഇനി അടുത്താണ് ബട്ട്. ബട്ട് എന്ന് പറയുന്ന വേർഡിന് പകരം തീർച്ചയായിട്ടും ഒരു സംശയം വേണ്ട, നമുക്ക് യെറ്റ് ചേർക്കാവുന്നതാണ്, അതുപോലെ സ്റ്റിൽ ചേർക്കാവുന്നതാണ്. നമുക്ക് ഉദാഹരണം നോക്കാം. ഞാൻ പറയാണ്, ഹീ ഹാസ് എ ഹെഡ് ഏക്ക്. അവന് തലവേദന ഉണ്ട്. ബട്ട് ഈസ് പ്ലേയിങ് ഔട്ട് സൈഡ്. അവൻ തലവേദന ഉണ്ട്, പക്ഷെ അവൻ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീ ഹാസ് എ ഹെഡ് ഏക്ക് ബട്ട് ഹീ ഈസ് പ്ലേയിങ് ഔട്ട് സൈഡ്. അല്ല, നമുക്ക് ഇങ്ങനെ പറയാം, ഹീ ഹാസ് എ ഹെഡ് ഏക്ക് യെറ്റ്, എന്നിട്ട് പോലും ഹീ ഈസ് പ്ലേയിങ് ഔട്ട് സൈഡ്. ഇനി നമുക്ക് സ്റ്റിൽ ചേർക്കാം. ഹീ ഹാസ് എ ഹെഡ് ഏക്ക് സ്റ്റിൽ ഹീ ഈസ് പ്ലേയിങ് ഔട്ട് സൈഡ്. അവനക്ക് തലവേദന ഉണ്ട്, എന്നിട്ട് പോലും അവൻ പുറത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണെന്നായി. ഇനി അടുത്താണ് മൈ ഫാദർ ഈസ് നോട്ട് വെൽ. സിമ്പിൾ പേഴ്സൺ ആട്ടോ. എന്താണ്? മൈ ഫാദർ ഈസ് നോട്ട് വെൽ. എൻ്റെ അച്ഛൻ സുഖമില്ല. ബട്ട് ഈസ് ഗോയിങ് ടു വർക്ക് നൗ. പക്ഷേ എൻ്റെ അച്ഛൻ ഇപ്പോൾ ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്, ജോലിക്ക് പോവുകയാണ്. ഇനി ഇവിടെ നമുക്ക് ചേർക്കാം, യെറ്റ് ചേർക്കാവുന്നതാണ്. എങ്ങനെ? മൈ ഫാദർ ഈസ് നോട്ട് വെൽ. മൈ ഫാദർ ഈസ് നോട്ട് വെൽ യെറ്റ് ഹി ഈസ് ഗോയിങ് ടു വർക്ക് നൗ. അല്ല, നമുക്ക് ഇങ്ങനെ പറയാം, മൈ ഫാദർ ഈസ് നോട്ട് വെൽ സ്റ്റിൽ ഹി ഈസ് ഗോയിങ് ടു വർക്ക് നൗ. എന്നിട്ട് പോലും എൻ്റെ അച്ഛൻ ജോലിക്ക് പോവുകയാണ്, അല്ലെങ്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണെന്നായി. ഇനി അടുത്താണ് ദർ ഈസ് ആൻ എക്സാം ടുമോറോ. ഇതും എന്താണ്? സിമ്പിൾ പ്രസന്റ് ആണ്. കണ്ടോ? ഈസിന്റെ കൂടെ വെർബ് ING ഫോം വന്നിട്ടില്ല. ING ഫോം വരുമ്പോഴാണല്ലോ കണ്ടിന്യൂസ് ആവുക, അല്ലേ? ING എന്ന് പറയുന്നതിനാണല്ലോ നമ്മൾ കണ്ടിന്യൂസ് എന്ന് പറയാം, അല്ലേ? അതുപോലെ വെർബ് തേർഡിനാണ് എന്ത് പറയാം? പെർഫെക്റ്റ് എന്ന് പറയാം. ക്ലിയർ? അപ്പോൾ ING വരാത്ത കാരണം എന്തായി? സിമ്പിളായി, സിമ്പിൾ പ്രസന്റ്. അടുത്താണ് ദർ ഈസ് ആൻ എക്സാം ടുമോറോ. നാളെ ഒരു പരീക്ഷയുണ്ട്. നാളെ ഒരു പരീക്ഷയുണ്ട്. ബട്ട് ഈസ് നോട്ട് സ്റ്റഡിങ് എനിത്തിങ്. പക്ഷെ അവനൊന്നും പഠിക്കുന്നില്ല. അവനൊന്നും പഠിക്കുന്നില്ല. നാളെ പരീക്ഷയാണ്, പക്ഷെ അവനൊന്നും പഠിക്കുന്നില്ല. ഇപ്പോൾ പറയാം, യെസ് ദർ ഈസ് ആൻ എക്സാം ടുമോറോ യെറ്റ് ഈസ് നോട്ട് സ്റ്റഡിങ് എനിത്തിങ്. നാളെ ഒരു പരീക്ഷയുണ്ട്, എന്നിട്ട് പോലും അവനൊന്നും പഠിക്കുന്നില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? സ്റ്റിൽ ചേർക്കാവുന്നതാണ്. ഇങ്ങനെ, യെസ് ദർ ഈസ് ആൻ എക്സാം ടുമോറോ സ്റ്റിൽ ഹി ഈസ് നോട്ട് സ്റ്റഡിങ് എനിത്തിങ്. ഈസ് നോട്ട് സ്റ്റഡിങ് എനിത്തിങ്. അടുത്താണ് ഷീ ഡസൻ നോ ഇംഗ്ലീഷ്. ഷീ ഡസൻ നോ ഇംഗ്ലീഷ്. അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. അവൾക്ക് ഇംഗ്ലീഷ് അറിയില്ല. ബട്ട് ഷീ ഈസ് ട്രൈങ് ടു സ്പീക്ക്. പക്ഷേ അവൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എന്നിട്ട് ഇവൾ എന്ന് പറയാം. എങ്ങനെ? ഷീ ഡസൻ നോ ഇംഗ്ലീഷ് യെറ്റ് ഷീ ഈസ് ട്രൈങ് ടു സ്പീക്ക്. എന്നിട്ട് പോലും അവൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അടുത്താണ് ഷീ ഡസൻ നോ ഇംഗ്ലീഷ് സ്റ്റിൽ ഷീ ഈസ് ട്രൈങ് ടു സ്പീക്ക്. എന്നിട്ട് പോലും അവൾ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നായി. ഇനി അടുത്താണ് ഇറ്റ്സ് 9 o'clock now. ഓഹോ, 9 മണിയായല്ലോ. 9 മണിയായി, രാവിലെ 9 മണിയായി. ഇറ്റ്സ് 9 o'clock now. ഇറ്റ്സ് 9 o'clock now. ബട്ട് യുവർ ബ്രദർ ഈസ് സ്ലീപ്പിംഗ്. 9 മണിയായല്ലോ, പക്ഷേ നിങ്ങളുടെ ബ്രദർ ഇപ്പോഴും ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താ പറഞ്ഞേ? യെസ് ഇറ്റ്സ് 9 o'clock now ബട്ട് യുവർ ബ്രദർ ഈസ് സ്ലീപ്പിംഗ് now. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? ഇറ്റ്സ് 9 o'clock now യെറ്റ്, എന്നിട്ട് പോലും യുവർ ബ്രദർ ഈസ് സ്ലീപ്പിംഗ് now. ഇറ്റ്സ് 9 o'clock സ്റ്റിൽ യുവർ ബ്രദർ ഈസ് സ്ലീപ്പിംഗ് now. യുവർ ബ്രദർ ഈസ് സ്ലീപ്പിംഗ് now എന്ന് പറയാം. ഓക്കെ. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യാം, നിങ്ങൾ ഇതുപോലെ കുറച്ച് സെൻറ്റൻസുകൾ തീർച്ചയായിട്ടും പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം. ഓക്കെ. താങ്ക് യു എവരിവൺ.